നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവളെ നമ്മുടെ അടുത്ത് കിടത്തണ്ട. രാത്രിയാവുമ്പോ അതൊക്കെ ബുദ്ധിമുട്ടാവും. ഇവള് നമ്മുടെ റൂമിന്റെ അടുത്ത് ആ 6 കിടന്നോട്ടെ. കൈമളേട്ടാ, ഒന്ന് നിർബന്ധിക്കുന്നേ. ഞാനൊരു സഹസ്രകോടി പ്രാവശ്യം നിർബന്ധിച്ചിരിക്കുന്നു. ആ അതെ, ഞാൻ റൂം ബുക്ക് ചെയ്യാൻ പോവാ. നീ അതങ്ങ് ബുക്ക് ചെയ്യണം മോനെ. ഏട്ടത്തി വരും. ചെല്ലി. എന്നോട് മാത്രം എല്ലാവർക്കും അവഗണന. എന്തേലും കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവരുടെ യാത്ര മുടക്കണം. മൈഥിലി എവിടെ? അവൾ മുറി കാണുമായിരിക്കും, നോക്കാം. നല്ല നിലാവ് അല്ലേ രാജലക്ഷ്മി? അതെ, എന്തെന്നില്ലാത്ത മനസ്സുകൾ. കുടുംബത്തിൽ സന്തോഷം വരുമ്പോ അങ്ങനെയാ. നാളെ രാവിലെ പോവേണ്ടതല്ലേ മോളെ? പെട്ടിയൊക്കെ അടുക്കി വെച്ചോ? അതൊക്കെ റെഡിയാക്കി വെച്ച മുത്തശ്ശി. ആ, നിങ്ങളുടെ പെട്ടികളോ? എനിക്കും ചേട്ടനും കൂടി ഒരു പെട്ടിയേ ഉള്ളൂ അമ്മ. അത് ഞാൻ രാവിലെ അടുക്കിക്കോളാം. അതിരാവിലെ പോകേണ്ടതാ. അതിനെന്താ, വെളുപ്പിന് 3:30 എഴുന്നേക്കുന്ന നന്ദിനിയോടാ കൈമളേട്ടൻ വെളുപ്പിനെ പോണോന്ന് പറയുന്നത്. നമ്മള് ചിന്തിക്കാത്തതും വിട്ടുപോയതുമായ മറ്റൊരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോ കുഞ്ഞിന് പാല് കൊടുക്കാൻ എന്ത് ചെയ്യും? പാല് കൊടുക്കണമെങ്കിൽ അവളെയും കൂടി കൊണ്ടുപോണ്ടേ? അവളെ എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോയാ നിങ്ങൾക്ക് ഒരു സ്വസ്ഥതയും കിട്ടില്ല. മാത്രല്ല, അവള് കൂടെ വന്നാ നമുക്കിട്ട് ഉറപ്പായും എന്തെങ്കിലും മേലെ വെക്കും. മൈഥിലി ഇപ്പൊ ഇവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ 4 പേരും കൂടി സന്തോഷിക്കാൻ പോകുന്ന യാത്രയായത്. അവളെ കൂടെ കൊണ്ടുപോയാലേ ദുഃഖത്തിലെ കലാശിക്കൂ. കുഞ്ഞിന് പാല് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല. ടിൻപാല് കൊടുക്കാൻ പറ്റില്ലല്ലേ? അത് കൊടുക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? പിന്നെന്ത് ചെയ്യും? ഇതിനൊക്കെ ഒരു പരിഹാരം വേണമല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ ട്രിപ്പ് വേണ്ടാന്ന് നോക്കിയ, അല്ലെങ്കിൽ മൈഥിലിയെ കൂടെ കൊണ്ടുപോവാ. പോകാതിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിനെ കളിയാക്കുന്നതിന് തുല്യമാണ്. പോകണം. ഡോക്ടർ പറഞ്ഞ കാലാവധി തീരുന്നതുവരെ ഇവളെ സഹിച്ചല്ലേ പറ്റൂ. കുഞ്ഞിന് പാല് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവളെ കൂടി കൊണ്ടുപോകും. പക്ഷേ സൂക്ഷിക്കണം. അവളുടെ നേരെ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. മൈഥിലി കുഞ്ഞിന്റെ മിൽക്ക് ടിന്നാണല്ലോ, അവളെ കൊണ്ടുപോയേ പറ്റൂ. മീനാക്ഷി, എന്നാ അവളോടുകൂടി പറ രാവിലെ പോകാൻ വേണ്ടി തയ്യാറാവാൻ. ശരി.
കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ വല്യമ്മാവ? ആ കൊള്ളാം മോനെ. ദേവി എന്ത് പറയുന്നു? ആ ഞാനെന്ത് പറയാനാ, നല്ലതാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഐ എം ACP കാർത്തിക്. വെൽക്കം സാർ. ഉം. സാറിനും മിസ്സിസിനുള്ള ഔദ്യോഗിക റൂം നമ്പർ 5 ആണ്. ഓ, സാറ് പേഴ്സണലായിട്ട് ബുക്ക് ചെയ്ത റൂംസ് നമ്പർ 10ഉം 6ഉം ആണ്. അതിലെ 10 സെക്കൻഡ് ഫ്ലോറിലാണ്. ആ, 3 റൂമുകളിൽ ഒന്ന് സെക്കൻഡ് ഫ്ലോറിൽ. അത് ഇവക്ക് കൊടുക്കാം, മൈഥിലിക്ക്. അതെങ്ങനെയാ മീനാക്ഷി? കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കണ്ടേ? പിന്നെ അതിനെ എടുത്തോണ്ട് മുകളിലേക്ക് പോണം. അതിനെന്താ, അതിനൊരു കുഴപ്പമില്ല. ഇവളെ നമ്മുടെ അടുത്ത് കിടത്തണ്ട. രാത്രിയാവുമ്പോ അതൊക്കെ ബുദ്ധിമുട്ടാവും. ഇവള് നമ്മുടെ റൂമിന്റെ അടുത്ത് ആ 6ൽ കിടന്നോട്ടെ. ആ, അപ്പോ നമ്പർ 6 മൈഥിലി, നമ്പർ 10 ജയറാമൻ ആൻഡ് നന്ദിനി ദേവി. അമ്മാവ പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.